എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് നമ്മുടെ ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആ ഇഷ്യൂസാണ്. ദീപക് ആത്മഹത്യ ചെയ്തത് രാവിലെയാണ്. പക്ഷേ ഇത് നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവനവന് വൈറലാവാൻ വേണ്ടി അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ പേജിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടികൾ വഴിവിട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നിരുന്നു. അത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഇരിക്കുന്ന ഒരു പുരുഷന്റെ മുഖം കാണിക്കാത്ത രീതിയിൽ ഒരു വീഡിയോ എടുത്ത് എന്നോട് മോശമായി പെരുമാറി എന്നുള്ള രീതിയിൽ ഒരു മാസ്ക് വെച്ച ഒരു സഹോദരി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അത്ര വരെ വലിയ റീച്ചൊന്നും അതിനെതിരായിട്ട് മെൻസ് അസോസിയേഷന്റെ ഭാരവാഹി പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം ഈ കക്ഷി, അതായത് ഈ പരാതി ഇങ്ങനെ എന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ പെൺകുട്ടി ലൈവിൽ വരികയും വലിയൊരു വെല്ലുവിളി നടത്തുകയും ചെയ്തു. ആ വെല്ലുവിളി നമുക്കിപ്പം കേട്ടുനോക്കാം. അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ. നിങ്ങൾ തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട്. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഞാൻ തന്നെ ഒരു 80 ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലർ ആക്കിയാലും. കേട്ടല്ലോ, 2 വെല്ലുവിളിയാണ് നടത്തിയത്. ഇതിന് എന്റെ കൂടെ ഇരിക്കുന്ന ആളുടെ നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കഴിയുക? അവരുടെ മുഖം നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കാണിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങളാണെങ്കിൽ ഈ വീഡിയോ എടുത്ത ആളാണെങ്കിൽ മാസ്ക് ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഉദ്ദേശം റീച്ച് ആവുക എന്നുള്ളത് തന്നെയാണ്. അതേ വെല്ലുവിളി തന്നെ അവർ പറയുന്നുണ്ട്. എന്റെ ആ വീഡിയോ 80 ലക്ഷം ആൾക്കാർ കണ്ടില്ലേ? അതിനു മുമ്പുള്ള ഏതെങ്കിലും വീഡിയോ 50 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. 50 ലക്ഷം ആൾക്കാരെ കാണിക്കാൻ പറ്റുക അല്ലെങ്കിൽ കാണിക്കുക, അതുവഴി റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതിനാണ് ഈ പുതിയ തലമുറയിലെ പ്രത്യേകിച്ചിട്ട് കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കാൻ എളുപ്പവഴിയിൽ ഫേമസ് ആവാൻ ശ്രമിക്കുന്ന കുട്ടികളുടെ ഒരു രീതി. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി കൊടുത്ത മെൻസ് അസോസിയേഷന്റെ ഭാരവാഹി പറയുന്നത് എന്താണെന്ന് കൂടെ നോക്കാം. എനിക്ക് മനസ്സിലാകുന്നത് ഒന്നുകിൽ തമിഴ്നാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു ബംഗാളിയോ ഒക്കെ ആയിരിക്കാം ഈ പെൺകുട്ടി തിരഞ്ഞെടുത്തത്. ബുദ്ധിപൂർവമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാസ്ക് ഇതേവരെ വയ്ക്കാത്ത പെൺകുട്ടി മാസ്ക് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേട്ടല്ലോ, അതായത് ഇവർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന പുരുഷൻ ചിലപ്പോൾ ബംഗാളി ആയിരിക്കാം, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനായിരിക്കും, അന്യ സംസ്ഥാന തൊഴിലാളി ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ അവർ പരാതി കൊടുക്കാനൊന്നും പോവില്ല. ഇവർ പറയുന്ന മലയാളത്തിലുള്ള വിഷയങ്ങളൊന്നും അവർക്ക് അറിയില്ല. അവരുടെ എന്നോട് മോശമായി പെരുമാറി നോട്ടൊരു വീഡിയോ ഇട്ടാൽ മതി, ഇവൾക്ക് റീച്ച് ആവുകയും ചെയ്യും, മറ്റുള്ളവർക്കാർക്കും ഉപദ്രവം ഉണ്ടാവില്ല. ഇതിനെ പിൻപറ്റിയാണ് ഇപ്പോൾ പുതിയ വിഷയം വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ദീപക് എന്ന സഹോദരൻ മരിക്കാനിട വന്നത്. ഇന്ന് ഈ ദീപക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ മലയാളത്തിലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ ആ കുട്ടിക്ക് തക്കതായ ശിക്ഷ നൽകണം, അവരെ അറസ്റ്റ് ചെയ്യണം, അവർക്ക് നിയമ നടപടി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ആരും അവരെ അനുകൂലമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അവർക്കെതിരായിട്ട് ആദ്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ഏതറ്റം വരെയും പോവും, ആ ദീപകിന്റെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കുമെന്ന് ആദ്യമായി പ്രഖ്യാപിച്ചത് ഫൗസിയ ഹബീബ് എന്നൊരു വക്കീലാണ്. അവിടെ ഒന്നും ആരും മതമോ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ ഇപ്പം വൈകുന്നേരം ആയപ്പോഴേ ആ സ്ത്രീയുടെ മതം, അവരുടെ രാഷ്ട്രീയം, അവരുടെ അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിഷയത്തെ വക്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എന്റെ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു പൊതുവിഷയമാണ്. ഇതൊരു ക്യാൻസറാണ്. കാരണം പുരുഷന് ഒരു നീതിയും ലഭിക്കാത്ത രീതിയിൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം മലീമസമായിരിക്കുന്നു. വളരെ വളരെ മോശമായ രീതിയിലും പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചുരുക്കം ചില കുബുദ്ധികൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കുക, അവരെ ഉന്മൂലനം ചെയ്യുക, ആ പ്രവർത്തനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഇത് ആരാണ് എന്താണെന്ന് നോക്കിയിട്ടല്ല. ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാണ്. ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കൂട്ടിക്കലർത്താൻ പാടില്ല. ഈ പ്രവണത ചെയ്ത എല്ലാവർക്കും എതിരായിട്ട് കേസ് എടുക്കണം. ഇങ്ങനെയുള്ള സംഭവം ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഗുഡ് ബൈ.